ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊന്നല്ല, ഒരു BLDC ഫാന് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ശരിയായ രീതിയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറയാൻ കാരണം എന്താ വെച്ചാൽ, വീട്ടുകാരനെ ഇലക്ട്രീഷ്യൻ അല്ലാതെ വീട്ടുകാരനെ ഇപ്പോൾ ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്ന മടി കൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾ പല ഭാഗങ്ങളും മെയിൻ്റനൻസിന് ഫാന് കംപ്ലൈൻ്റ് ആണെന്ന് തന്നെ പോകുമ്പോൾ ഇതിൽ ഫാന് ശരിയായ രീതിയിൽ കണക്ഷൻ കൊടുക്കാത്തതിൻ്റെ ഫോൾട്ട് കൊണ്ട് സംഭവിക്കുന്ന കംപ്ലൈൻറ്റുകൾ ഉണ്ടാകലുണ്ട്. അപ്പോൾ അത് എങ്ങനെ ശരിയായ രീതിയിൽ കണക്ഷൻ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും വീഡിയോ നേരിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക്. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു BLDC ഫാനാട്ടോ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. ചില ആളുകൾക്ക് ഇങ്ങനെ അതിനെ പറ്റിയൊന്നും അറിയാത്ത ആളുകൾ എപ്പോഴും ചോദിക്കലുണ്ട്, ഇങ്ങനെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇത് നേരെ എടുത്തിട്ട് രണ്ട് വയറിപ്പോൾ കണ്ടില്ല, ബ്ലാക്കും റെഡും വന്നൊരു വയറുണ്ട് അവിടെ മെയിനിൽ കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ പൊളാരിറ്റി നോക്കി തന്നെ കൊടുക്കണം കേട്ടോ. ഫാനിൽ ഇതണ്ട, ഈ റെഡ് പിന്നെ ബ്ലാക്ക് വയറും നമുക്ക് റെഡിൽ ഫേസും ബ്ലാക്കിൽ ന്യൂട്രലായിട്ട് തന്നെ കൊടുക്കണം. ഇതിലിപ്പോൾ അങ്ങനെ പൊളാരിറ്റി കാണിച്ചതിലേക്ക് നമ്മളങ്ങനെ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലും നമ്മൾ പൊളാരിറ്റി എങ്ങനെ കൊടുത്തിട്ടുണ്ടോ, മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് പിന്നെ AC ആണിത്, എങ്ങനെ കൊടുത്താലും മതി, സംഗതി എങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും. പക്ഷെ അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ ചുവപ്പും കറുപ്പും അവർ പ്രത്യേകം ബോർഡിലേക്ക് പോയത് അങ്ങനെ തന്നെ കൊടുത്ത കാരണം ചുവപ്പിൽ ഫേസും കറുപ്പിൽ ന്യൂട്രും തന്നെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കണക്ഷൻ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയും കൊടുത്തിട്ട് കാര്യമില്ല. ചില ആളുകൾ ഇപ്പം AC ഇതിപ്പോൾ എങ്ങനെ കൊടുത്താലും ഓക്കെ ആണെന്ന് പറയും. പക്ഷേ ഈ ബോർഡ് കറക്റ്റ് ആയതുകൊണ്ട് ബോർഡിലേക്ക് ചെല്ലുന്ന കറണ്ടിൻ്റെ ഇത് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. എങ്ങനെ ചെയ്താലും വർക്ക് ചെയ്യും, പക്ഷെ ഇതെങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും മാത്രം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഫാനിൻ്റെ കമ്പനിക്കാരോട് ഒരു ചെറിയ റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഏത് കമ്പനി ഫാനാണെങ്കിലും നിങ്ങൾ ഫാന് പാക്ക് ചെയ്ത് വിടുന്ന കൂട്ടത്തിൽ ഒരു വയറിൻ്റെ രണ്ട് കഷ്ണം വയറ്, അതിനകത്രം പൈസ ഈ ഫാനിൻ്റെ കൂട്ടത്തിൽ 2 കഷ്ണം 0.5-ൻ്റെ വയറ് മതി. അങ്ങനെ 2 കഷ്ണം വയറ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇലക്ട്രീഷ്യന്മാർക്ക് ഇത് വയറ് കണക്ഷൻ കൊടുക്കാൻ ഏറ്റവും നല്ല സുഖമാണ്. അതായത് ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്കത് കണക്ഷൻ കൊടുക്കാൻ പറ്റും. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ഫാനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, വയറുണ്ടാവില്ല. എന്നിട്ട് ലാസ്റ്റ് ഇവർ കിടന്നുകൊണ്ട് പരക്കം വയറില്ല പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ വയറിൻ്റെ കഷ്ണം കൊണ്ടുപോകേണ്ട ഗതികേട് വരികയാണ്. അപ്പോൾ ഈ ഒരടി അല്ലെ 1.5 അടി നീളത്തിൽ നമ്മൾ വയറ് പിന്നെ എൻ്റെ ആവശ്യത്തിന് 1 മീറ്റർ വയറ് വാങ്ങണം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ ബ്ലാക്ക് വയർ നമുക്ക് കിട്ടിയത്, ആ ബ്ലാക്ക് വയറ് 2 കഷ്ണമാക്കിയിട്ട് അതിൽ ഒന്നിൽ ഞാൻ മാർക്ക് ഇട്ടതാണ്, പിന്നെ ഫേസ് മാർക്ക് ഒരു ചെത്തിട്ടാണ് 2 തലക്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം, മനസ്സിലായോ. അപ്പോൾ അതങ്ങനെ മാർക്കുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിട്ട് പിന്നെ ഒക്കെ കണക്ഷൻ കൊടുത്ത് വീഗാർഡിൻ്റെ ഇതാണ് ഫാനാണ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. വീഗാർഡിൻ്റെ കമ്പനിക്കാരോട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കമ്പനിക്കാരോട് കൂടിയാണ് നിങ്ങളൊന്ന് പിന്നെ സഹകരിക്കുക ഇലക്ട്രീഷ്യന്മാരോട്. കാരണം ഇങ്ങനത്തെ പിന്നെ ഒരു അവസ്ഥ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, ഒരു വിധ പിന്നെ ഇലക്ട്രീഷ്യന്മാർക്ക് മൊത്തം വന്നിട്ടുണ്ടാവും. ഫാന് ഫിറ്റ് ചെയ്യാൻ നേരത്തെ വയറില്ലാത്തൊരവസ്ഥ. പുതിയ വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ വയറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പുറത്ത് വയറിങ് ചെയ്തുകൊണ്ട് വയറിൻ്റെ കഷ്ണങ്ങൾ അവിടെ കിട്ടി, അതും ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊന്നുമില്ല. ഈ ഒരു കഷ്ണം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മാർക്കിട്ടേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ നമ്മൾ പൊളാരിറ്റി നോക്കി കൊടുക്കണമെങ്കിൽ ഇതേപോലെ മാർക്കിട്ടൊക്കെ കൊടുക്കണം. പിന്നെ ഒരാൾ അയച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ മാറും കേട്ടോ. അപ്പോൾ അത് കളറില്ലാത്തതുകൊണ്ടേ, അപ്പോൾ അത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കമ്പനിക്കാരെ നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തതാ നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നെ മേലെ പിന്നെ ഊക്കിൽ കുടുക്കി അവിടെ നമ്മൾ പിന്നെ എനിക്ക് വന്ന വയറ് ഒരു യെല്ലോവും ബ്ലാക്കുമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ യെല്ലോ വയറിൽ നമ്മൾ ഫേസ് ഇപ്പം മാർക്കിട്ട വയറുണ്ടല്ലോ ഈ ഫാനിലുള്ള, ആ വയറ് നേരിട്ട് അതിൽ കൊടുക്കുക, ആദ്യം ന്യൂട്രൽ കൊടുക്കുക, പിന്നെ നമ്മൾ
ഫേസ് വയറും കൊടുക്കുക. അപ്പോൾ കണക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ BLDC തന്നെ 2 ഐറ്റം ഫാൻ ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഡിമ്മർ ഉപയോഗിക്കേണ്ട ഒരു സൈസും ഉണ്ട്, ഡിമ്മർ ഇല്ലാത്തതും ഉണ്ട്. പിന്നെ ഈ റിമോട്ടുള്ള ടൈപ്പിന് ഡിമ്മറിൻ്റെ ആവശ്യം വേണ്ട, ഡിമ്മർ ബൈപ്പാസ് ചെയ്യണം റിമോട്ടുള്ള ഫാനുകൾക്കൊക്കെ. ഇതാണ് ഇപ്പോൾ ഈ ഫാനിൻ്റെ റിമോട്ട്. അപ്പോൾ ഈ ഇത്തരം റിമോട്ടുള്ള ഫാനുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിമ്മർ ബൈപ്പാസ് ചെയ്യണം. ബൈപ്പാസ് ചെയ്യുക പറഞ്ഞാൽ ഡിമ്മർ സ്വിച്ചുമെന്ന് ഒഴിവാക്കിയിട്ട് നേരിട്ട് ഫാനിൻ്റെ വയർ സ്വിച്ചിലേക്ക് കണക്ഷൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡിമ്മർ ഇതിമെന്നിപ്പോൾ അയക്കണം. ഡിമ്മർ റിമൂവ് ചെയ്ത് ഇതാ, ഇനിയിപ്പോൾ അതിൻ്റെ വയർ നമ്മൾ ഊരിയെടുക്കുകയാണ്. 2 വേ സ്വിച്ചാണ് കേട്ടത്, അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ 3 ഇത് അതിന് കാണുന്നത്. അപ്പോൾ 2 വേ സ്വിച്ചുമ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ട് സെൻറ്ററിൽ നമ്മൾ ഊരിയെടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫാനിൻ്റെ വയർ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക സ്വിച്ചിലേക്ക്, ഡിമ്മർ ഇല്ലാതെ. പിന്നെ അതിൻ്റെ സ്പീഡ് കുറക്കലും കൂട്ടലൊക്കെ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഫാനിൻ്റെ വയർ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടലും കുറക്കലൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇതിലാവും, റിമോട്ടിലാവും, ഡിമ്മർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇതറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഒരുപാട് ആളുകൾക്ക് ഇത് അറിയില്ല എന്നുള്ള പറഞ്ഞതുകൊണ്ട് കാരണം കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. ചില വീടുകളിൽ ഡിമ്മറിൽ കണക്ഷൻ കൊടുത്തിട്ട് ഇത് കംപ്ലൈൻ്റ് ആയതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വീട്ടുകാർ തന്നെ കൊടുത്തിട്ട് ഡിമ്മർ കൊടുക്കും, എന്നിട്ട് അത് കംപ്ലൈൻ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ഈ ഫാന് കണക്ഷൻ ചെയ്ത് ചില വീടുകളിലൊന്നും ഫാൻ കണക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ റിമോട്ട് പിടിക്കണില്ല അറിയും. അപ്പോൾ റിമോട്ടും ഫാനും കൂടി പെയർ ചെയ്യണം. പെയർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, റിമോട്ട് ഓൺ ബട്ടൺ കുറച്ച് നേരം നെക്കി പിടിക്കാം. അതിൽ 2 സെക്കൻഡ് നെക്കി പിടിച്ചാൽ ബീപ്പ് എന്നുള്ള സൗണ്ട് വരും. ആ സൗണ്ട് വന്നാൽ ഫാനും റിമോട്ടായിട്ട് പെയറാവും. പിന്നെ നമുക്ക് ഈ റിമോട്ടിൽ തന്നെ നമുക്ക് പിന്നെ സാധാരണ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഈ ബട്ടൺ നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഇതുപോലെ തന്നെ ഒരു 2 സെക്കൻഡ് നെക്കി പിടിച്ചാൽ പെയറാവും. ഇതിൽ ആദ്യം തന്നെ വർക്കിംഗ് ആണ് കേട്ടോ. ഇതാണ് നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.